നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയും അതിന്മേലുണ്ടാകുന്ന പ്രക്ഷോഭങ്ങളെയും കുറിച്ചാണ്. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചും അത് വളരെ പോസിറ്റീവായ സംഗതിയാണെന്നും അഭയാർത്ഥികളായി വന്നിട്ടുള്ള അല്ലെങ്കിൽ അഭയം തേടി വന്ന മനുഷ്യർക്ക് പൗരത്വം കൊടുക്കാനുള്ള വളരെ എന്താ പറയുക ഒരു പ്രോഗ്രസീവായ സമീപനത്തിൻ്റെ ഭാഗമാണെന്നും ഇവിടെ ആരെയും അത് ബാധിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് CAA-ക്കെതിരായിട്ടുള്ള ഈ വിമർശനവും സമരവും ഒക്കെ ആസ്ഥാനത്താണ് അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശമുള്ളതാണെന്ന് കേന്ദ്ര സർക്കാർ ഒരു വലിയ നെഗറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. CAA സമരം എന്ന് പറയുന്നത് എന്തുമാത്രം പ്രസക്തമായ ഒന്നാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതി നമ്മുടെ രാജ്യമെന്ന രാഷ്ട്രവിഭാവനത്തെ എന്തുമാത്രം അപകടകരമായി സ്വാധീനിക്കുന്ന ഒന്നാണ്. എന്താണ് അതിൻ്റെ ഉള്ളുകള്ളി, അതിൻ്റെ അകത്തുള്ളത് എന്താണെന്നതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ദിവസം എന്താണ് തോന്നുന്നത്, ഇത് ഇവിടെ ആരെ ബാധിച്ചിട്ടാണ് നിങ്ങൾ ഈ സമരം ചെയ്യുന്നുള്ള ഒരു വളരെ നിഷ്കളങ്ക സ്വഭാവമുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ടല്ലോ? അല്ല, അതിൽ ഈ CAA ബന്ധപ്പെട്ട് ഇപ്പോൾ നിഷാദ് പറഞ്ഞ മാതിരി പലതരത്തിലുള്ള ചോദ്യങ്ങളും നറേറ്റീവ്സും ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ചിലതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP RSS മാത്രമല്ല, അതിന് പുറത്തുള്ള BJP RSS ഇതിനെ എതിർക്കുന്ന ആളുകൾ പോലും നിഷാദ് ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പം CAA അനുകൂലിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ പ്രോസിക്യൂഷൻ എന്താണ്, മതപീഡനം അനുഭവിക്കുന്ന ആളുകൾ, അതിൻ്റെ പേരിൽ അഭയാർത്ഥികളായി പോകുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം എന്നാണല്ലോ പറയുന്നത്. അത് അങ്ങനെ എടുക്കാം. അതിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന്, പീഡനത്താൽ ഏതെങ്കിലും നിലത്തുള്ള മതപരമോ ഭാഷാപരമോ സാംസ്കാരികമോ എന്തോ നിലക്കുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ അവർ പലായനം ചെയ്യുക എന്നുള്ളത് ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ പലായനം ചെയ്യുന്ന, പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലായനം ചെയ്യുന്ന മനുഷ്യരെ സംരക്ഷിക്കുവാൻ വേണ്ടി ലോകത്തൊരു കൺവെൻഷനുണ്ട്. അതാണ് റെഫ്യൂജി കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കിങ്ങനെ പലായനം ചെയ്യുന്ന മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ പ്രാഥമികമായി ചെയ്യേണ്ട കർത്തവ്യം എന്താണ്? ഈ കൺവെൻഷനിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഒരു റെഫ്യൂജി പരിപാലിക്കാൻ, ഒരു റെഫ്യൂജി പൊളിറ്റിക്കൽ അസൈലം തേടി വന്നിട്ടോ അല്ലാതെയോ ഏതെങ്കിലും നിലക്ക് നമ്മുടെ ലാൻഡിൽ ഒരു അഭയാർത്ഥി എത്തിക്കഴിഞ്ഞാൽ ആ അഭയാർത്ഥിയെ സ്വീകരിക്കുവാനും പരിപാലിക്കുവാനും ഇവിടെ നിലനിർത്തുവാനും ആവശ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആർക്കാണ് ബാധകം? ഈ റെഫ്യൂജി കൺവെൻഷനിൽ സിഗ്നേറ്ററി ആയിട്ടുള്ള രാജ്യങ്ങൾക്കാണ്. അപ്പോൾ അഭയാർത്ഥികൾ, പീഡനത്തെ തുടർന്ന് പലായനം ചെയ്യുന്ന മനുഷ്യരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള അങ്ങേയറ്റം ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ളൊരു നിയമമാണ് CAA എന്നാണല്ലോ പറയുന്നത്. അത്രയും ഹ്യൂമെയിനാണ് ഇവരെങ്കിൽ ഇവരാദ്യം ചെയ്യേണ്ടത് ഇതല്ല, റെഫ്യൂജി കൺവെൻഷനിൽ സിഗ്നേറ്ററി അതിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിനുള്ള ഒന്നാമത്തെ ഒരു മറുപടി പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പലായനം ചെയ്യുന്ന മനുഷ്യർ എന്നുള്ളത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനെയും തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യങ്ങൾ നോക്കുക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, എന്നിട്ട് അവിടെ നിന്ന് പീഡനം അനുഭവിക്കുന്ന മനുഷ്യർ. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ തന്നെ എന്തുണ്ട്? ഒരു വിഭജന അജണ്ടയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ചൈനയെ തിരഞ്ഞെടുത്തില്ല? ചൈന ലോകത്ത് വലിയ തോതിൽ റിലീജിയസ് പെർസിക്യൂഷൻ നടക്കുന്ന രാജ്യമാണെന്ന് ഇവിടുത്തെ BJPക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പം അവിടെയുള്ള ഈ സിങ്ജിയാങ് എന്ന് പറയുന്ന പ്രവിശ്യ, എന്താണ് അവരെ പറയുക, ഉയ്ഗൂർ മുസ്ലിംസിനെ വലിയ തോതിൽ പീഡിപ്പിക്കുന്നു, ചൈന പീഡിപ്പിക്കുന്നു എന്നുള്ള വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക അടക്കം അത് ഉന്നയിക്കുന്നുണ്ട്. അവരെ വംശഹത്യക്ക് വിധേയമാക്കുന്നു. പോട്ടെ, അവർ മുസ്ലിങ്ങൾ, അവരേതായാലും തട്ടിക്കളയേണ്ടവരാണ് എന്നാണ് ഇവരുടെ വിചാരങ്ങൾ. അവിടെ തിബറ്റൻസ് ഉണ്ടല്ലോ, തിബറ്റൻസ് എന്ന് പറയുന്ന ബുദ്ധമതക്കാരാണ്. അവർ ഇൻഡിക് റിലീജിയനാണ്. ഇൻഡിക് റിലീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കുടുംബം എന്താണ് ഭാരതീയ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നവരാണ്. അവിടെ തിബത്തിനെ ചൈന പിടിച്ചെടുക്കുന്നു, അവിടുത്തെ ലാമയെ ആട്ടിപ്പായിക്കുന്നു, അവരുടെ സാംസ്കാരിക ചിഹ്നങ്ങൾ, മതചിഹ്നങ്ങളെല്ലാം എല്ലാം മായ്ച്ചുകൾ. അങ്ങനെ ഒരു സംസ്കാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന വിദൂര ഓർമ്മ പോലും ഇല്ലാത്ത വിധം ആ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. അവരുടെ ആളുകൾ നമ്മുടെ ധരംശാലയിലൊക്കെ വന്ന്, നമ്മുടെ ഈവൻ ഈ കർണാടക കൊടകിലൊക്കെ വന്നിട്ട് അഭയാർത്ഥികളായിട്ട് കഴിയുന്നുണ്ട്, ബൈരക്കുപ്പയിലൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ CAAയിൽ ചൈന പെടുത്താതിരുന്നത്?
മ്യാൻമറിൽ വലിയ തോതിൽ പീഡനം നടക്കുന്നുണ്ട്. ഓക്കെ, അവിടെ പീഡനം നടക്കുന്നത് പ്രധാനമായും റോഹിംഗ്യൻസ് എന്ന് പറയുന്ന മുസ്ലിം വിഭാഗം. റോഹിംഗ്യൻസ് കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണ്ടോ? റോഹിംഗ്യൻസ് എന്ന് പറയുമ്പോൾ അവരിൽ ഹിന്ദുക്കളുണ്ട്. റോഹിംഗ്യൻ എന്ന് പറയുന്ന ഒരു വംശമാണ്. അതിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്നേ ഉള്ളൂ. അവരിൽ ഹിന്ദുക്കളുമുണ്ട്. അവരും ഈ പറയുന്ന ഇവരുടെ പീഡനത്തിന് വിധേയമാകുന്നുണ്ട്. പോട്ടെ, അവരെ വേണ്ട, അവരെ കൊള്ളാത്ത ജാതിയാണ്, മുസ്ലിങ്ങളായിരിക്കും. മ്യാൻമറിൽ തന്നെ വേറെയും വംശങ്ങൾ, ഇപ്പോൾ കാരൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം അവിടുത്തെ ഈ റംഗൂൺ ഭരണകൂടത്തിനെതിരെ സായുധ കലാപം നടത്തുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഈ പറയുന്ന തരത്തിലുള്ള വംശീയ വിവേചനം അവർ നേരിടുന്നു. അവർ സ്വന്തം കാരൻസ് ഇങ്ങനെയൊക്കെയുള്ള വംശീയ വിഭാഗങ്ങളുണ്ട്. വലിയ തോതിൽ പീഡനം അനുഭവിക്കുന്ന ഭരണകൂടത്തിനെതിരെ അതിൻ്റെ പേരിൽ ആയുധമെടുത്ത് തന്നെ അവർ പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കാരൻസിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ചോദ്യമുണ്ടല്ലോ. ഇതേ കിടക്കുന്നു ശ്രീലങ്ക അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശമാണ്. അവിടെ ഈ പറയുന്ന തമിഴ് വംശജർ മഹാഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. അവരെ ഈ CAAയുടെ ആംബിറ്റിൽ എന്തുകൊണ്ട് പെടുത്തിയില്ല? അപ്പോൾ ഈ പറയുന്ന ഈ സെലക്ഷൻ ഓഫ് കൺട്രീസ്, പ്രോസിക്യൂഷൻ നടക്കുന്ന രാജ്യങ്ങളെ സെലക്ട് ചെയ്തല്ലോ, അതിനകത്ത് തന്നെയുണ്ട് ഇവരുടെ ഈ വിഭാഗീയ അജണ്ട. എന്താണ്? 3 മുസ്ലിം രാജ്യങ്ങൾ, 3 മുസ്ലിം ഭൂരിപക്ഷം നമ്മുടെ അയൽപ്പക്കത്ത് കിടക്കുക. അതിൽ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ നമ്മളുമായിട്ട് ജിയോഗ്രാഫിക്കൽ ബൗണ്ടറി ഇല്ല. അങ്ങനെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള 3 രാജ്യങ്ങൾ. അപ്പോൾ എന്താണ്? അത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അവിടെ മുസ്ലിങ്ങളല്ലാത്തവർ പീഡനം അനുഭവിക്കുകയാണ് എന്ന ഒരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെ ഒരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിന് പുറത്താണ് അടുത്ത ഡിസ്കഷൻ നടത്തുകയുള്ളൂ. അപ്പോൾ ഈ രാജ്യങ്ങളെ സെലക്ട് ചെയ്തതിൽ, രാജ്യങ്ങൾ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്ന ആളുകൾ സെലക്ട് ചെയ്തതിൽ, ഇതിലെല്ലാം ഉൾപ്പെടുന്നത് എന്താണ്? വിഭാഗീയ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നൊരു സംഗതി മാത്രമാണ്. അല്ലാതെ അഭയാർത്ഥികളോട്, പലായനം ചെയ്യുന്ന മനുഷ്യരോടുള്ള മാനുഷികമായ പരിഗണനയാണെങ്കിൽ അഭയാർത്ഥി കൺവെൻഷനിൽ ഒപ്പുവെക്കണം വേണ്ടത്. ഓക്കെ, അതിൽ ഒപ്പുവെക്കേണ്ട. ഈ CAAയിൽ ബാക്കിയുള്ള ആളുകളും പെടുത്തട്ടെ. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഈ RSSകാർ പറയുന്നൊരു വാദമുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇഷ്ടം പോലെ രാജ്യമുണ്ട്, മുസ്ലിങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ രാജ്യമുണ്ട്. അവർ പീഡിപ്പിക്കപ്പെട്ടാൽ അവരെ സംരക്ഷിക്കാൻ വേറെ രാജ്യങ്ങളുണ്ട്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാച്ചുറൽ ഡെസ്റ്റിനേഷനാണ് ഇന്ത്യ. നാച്ചുറൽ ഡെസ്റ്റിനേഷനാണ്. ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയുള്ള, ഹിന്ദുക്കളെ സംരക്ഷിക്കുവാൻ ശേഷിയുള്ളൊരു രാജ്യം അത് ഇന്ത്യ മാത്രമാണ്. ഇസ്രായേലൊക്കെ പറയും. അതെ, അതുകൊണ്ട് നമ്മൾ അതിനെ നമ്മൾ എടുക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ എന്താണ് ഈ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഹിന്ദുക്കളെ സംരക്ഷിച്ചാൽ മതിയോ? മ്യാൻമറിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണ്ടേ? ശ്രീലങ്കയിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണ്ടേ? നേപ്പാളിലെയും ഭൂട്ടാനിലെയും ഹിന്ദുക്കളെ സംരക്ഷിക്കണ്ടേ? അപ്പോൾ ഇവിടെ ഈ 3 രാജ്യങ്ങൾ ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രം. അപ്പോൾ ഇതൊന്നുമല്ല വിഷയം. ഇത് മുസ്ലിം അപരത്വം, മുസ്ലിമിനെ അപരനായി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു മുസ്ലിം അതിനെ സൃഷ്ടിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ള ഒരു ഡിസൈനിൽ നിന്ന് പുറത്ത് വരുന്നതാണ്. അപ്പോൾ അതിലെന്താ, ഇതിപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ചപ്പോൾ ഇത് പൊടിതട്ടി എടുത്തിട്ട് ഇത് ധ്രുവീകരണം ഉണ്ടാക്കി ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് ഇലക്ഷൻ വിജയം നേടാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ CAA വന്നതുകൊണ്ട് ഭൂരിപക്ഷ വിഭാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ കൂട്ടമായി BJPക്ക് വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ BJPക്ക് ഉണ്ടെന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ CAA കൊണ്ടുവന്നത് കൊണ്ട് ഇവിടെയുള്ള ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് എന്താ നേട്ടം? CAA കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കൾ അവർ കൂട്ടമായി BJPക്ക് വോട്ട് ചെയ്യുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പൊടുന്നനെ ഇത് നടപ്പിലാക്കിയത് എങ്കിൽ ഈ CAA കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് എന്താ നേട്ടം? എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഒരു നേട്ടവും. അവരുടെ ഗ്യാസിൻ്റെ വില കുറയോ, പെട്രോളിൻ്റെ വില കുറയോ, അവർക്ക് അവരുടെ അക്കൗണ്ടിൽ പൈസ വരുമോ? ഒന്നുമില്ലല്ലോ. എന്താ? അപ്പോൾ ഇത് മറ്റവനെ ഇടിക്കാൻ പറ്റും മറ്റവനെ ഇടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏതോ ഒരു വിദൂര കാലത്ത് ഇവനെ ഇല്ലാതാക്കാം. ഇന്നിപ്പോൾ ആരോ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഇത് പോയി കഴിഞ്ഞാൽ ലുലു മാളും മീഡിയ മാളും ഞാനെടുക്കും, നിങ്ങൾക്ക് എന്തൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ മനുഷ്യരാക്കിയിട്ട് മറ്റവനെ ഇടിച്ചാൽ ഞാൻ വോട്ട് തരാം എന്നൊരു മാനസിക ഘടനയിലേക്ക് ഇവിടുത്തെ ഹിന്ദുക്കളെ BJP മാറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് അപകടകരമായ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നതല്ല പ്രശ്നം. കേന്ദ്ര സർക്കാരിന് ഇന്നലെ ഒരു തോന്നലുണ്ടായി. ഈ ഉയർന്നു വരുന്ന സംശയങ്ങൾ, ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടൊരു FAQ പോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാതിരി ഒരു സാധനം ഇറക്കി ഇന്നലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ന് രാവിലെ അടുത്ത ആ സാധനം
പിൻവലിച്ചു. അതിൽ ഇപ്പോൾ പറയുന്ന നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ BJP പ്രതിനിധികൾ പറയുന്ന മറുപടികൾ തന്നെയാണ് അതിലുള്ളത്. ഇതുകൊണ്ട് ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല, ഇത് പൗരത്വം നൽകാനുള്ളതാണ്, നിഷേധിക്കാനുള്ളതല്ല. സ്ഥിരം ക്ലീഷേ ഡയലോഗ്. പക്ഷേ എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ അതിൽ പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ്: ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇവിടെ പെർസിക്യൂഷൻ നടക്കുന്നുണ്ട്. അത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് ലോകതലത്തിൽ വലിയ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ CA നടപ്പാക്കുന്നതോടുകൂടി ആ ചീത്തപ്പേരില്ലാതാവുകയാണ് എന്നാണ് അതിൽ പറയുന്നൊരു മറുപടി. യഥാർത്ഥത്തിൽ അങ്ങനെ ചീത്തപ്പേരുണ്ടെങ്കിൽ ഈ പെർസിക്യൂഷൻ നടക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ചീത്തപ്പേരുണ്ടാകും. അത് മ്യാൻമറിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, ചൈനയ്ക്കുണ്ട്, എല്ലാവർക്കും ചീത്തപ്പേരുണ്ട്. പക്ഷേ ഈ CA നടപ്പാക്കുന്നതോടെയാണ് ഇന്ത്യക്ക് വരുന്ന ചീത്തപ്പേരിനെ കുറിച്ച് അത് മൗനം പാലിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യക്ക് വരാൻ പോകുന്ന ചീത്തപ്പേരുണ്ടല്ലോ, ഒന്ന് പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമാക്കി മാറ്റുകയാണ്. അങ്ങനെ ലോകത്താരും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന രാജ്യങ്ങളെ മതരാഷ്ട്രം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ CAA ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത് അപകടകരമാണോ? അതിലിപ്പോൾ വിവേചനമുണ്ട്. മതപരമായി പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമാക്കുകയാണെന്നതിലുപരി പൗരത്വം നിഷേധിക്കുന്നില്ലല്ലോ, പൗരത്വം കൊടുക്കുകയല്ല ചെയ്യുന്ന അർത്ഥത്തിൽ കുറേ പേരെ സമാധാനിപ്പിക്കാൻ, നിഷ്കളങ്കരായ കുറേ പേരെ സമാധാനിപ്പിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ CAA അല്ലല്ലോ അപകടം. നമ്മൾ അതിനെ ഏറ്റവും എക്സാമ്പിളായിട്ട് കാണുന്നത് അസമിനെയാണ്. അതായത് നമ്മൾ അമിത്ഷാ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രോണോളജി സമജിയെ. കാരണം ഈ CAA ഇന്ത്യയിൽ തന്നെ വലിയ തോതിൽ വൈരുദ്ധ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വൈരുദ്ധ്യം വരുന്നത് ബംഗാളിലും അസാമിലാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അസാമിൽ ബംഗാൾ ഭാഷ സംസാരിക്കുന്ന ബംഗാളി വംശജരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന വലിയ ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഷയിലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിനെതിരെ അസാമിൽ 80കളിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടന്നു. അസം ഗണപരിഷത്ത് എന്ന് പറഞ്ഞ പാർട്ടി തന്നെ രൂപപ്പെട്ടതും ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ. ആദ്യം വിദ്യാർത്ഥി സംഘടന ഉണ്ടാകുന്നു, പിന്നീട് അതൊരു രാഷ്ട്രീയ സംഘടനയായി മാറുന്നു. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതെന്താണ്, അവരുടെ അസമീസ് അസ്മിത, അതായത് അസമീസ് ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് അവിടെ. ബംഗാളികളോട് അവർക്ക് വെറുപ്പമാണ്, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും. അപ്പോൾ ആദ്യം അവിടെ CAA അല്ലല്ലോ നടപ്പാക്കി, അവിടെ NRC നടപ്പാക്കി. NRC നടപ്പാക്കിയത് 2019 നടപ്പാക്കുന്നത്. NRC നടപ്പാക്കി കഴിഞ്ഞപ്പോൾ എന്താണ്, ഏതാണ്ട് 20 ലക്ഷത്തോളം മനുഷ്യർ അവിടെ പൗരത്വമില്ലാത്തവരായി മാറി. ആ പൗരത്വമില്ലാത്തവരായി മാറി 20 ലക്ഷം മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും ഹിന്ദുക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ CAA കൊണ്ടുവരുന്നത്. 1915 NRC നടപ്പാക്കിയപ്പോൾ ബഹുഭൂരിഭാഗവും വരുന്ന ആളുകൾ 15 ലക്ഷം പേരും ഹിന്ദുക്കളാണെന്ന് അറിഞ്ഞപ്പോഴാണ് CAA കൊണ്ടുവരുന്നത്. അപ്പോൾ CAA കൊണ്ടുവരുമ്പോൾ അസമിൽ ഇപ്പോൾ ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറയുകയാണ്, NRCയിൽ അപ്ലൈ ചെയ്യാത്ത ഒരാൾക്ക് പോലും പൗരത്വം ലഭിച്ചാൽ ഞാൻ സ്ഥാനമൊഴിയും എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ. കാരണം അത്രമാത്രം വലിയ പ്രൊട്ടസ്റ്റാണ് അവിടെ നടക്കുന്നത്. ആ പ്രൊട്ടസ്റ്റ് നമ്മൾ ഇപ്പോൾ CAAക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലും നടക്കുന്ന പ്രൊട്ടസ്റ്റ് പോലെയല്ല അസമിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ്. അസമിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് വേറൊരു ഡയമെൻഷനാണ്, അത് വംശീയമാണ്, വർഗീയമാണ്. കാരണം ബംഗാൾ ഭാഷ സംസാരിക്കുന്ന ഒരാൾ ഇവിടെ വേണ്ട എന്നാണ് അസമിൽ നടക്കുന്ന CAA വിരുദ്ധ പ്രൊട്ടസ്റ്റിൻ്റെ മുദ്രാവാക്യം തന്നെ. അതേസമയം തന്നെ തൊട്ടടുത്ത് കിടന്ന ബംഗാളിലാണ്ട് ആ ബംഗാൾ ജനസംഖ്യയുടെ 17% വരുന്ന ദളിതുകൾ, മധുവ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി അവർ സെലിബ്രേറ്റ് ചെയ്യാണ് CAA വരുന്നത്. കാരണം അവർക്ക് പൗരത്വം കിട്ടാൻ പോവുകയാണ്. അവർക്കിപ്പോൾ നിലവിൽ വോട്ടവകാശമുണ്ട്, പക്ഷേ പാസ്പോർട്ട് കിട്ടുന്നില്ല. ഇനി CAA വരുവാണെങ്കിൽ അവർക്ക് പൗരത്വം കിട്ടും. അപ്പോൾ ഒരു രാജ്യത്തെ 2 സംസ്ഥാനങ്ങളിൽ 2 തരത്തിലാണ് CAAയോട് പ്രതികരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇത് ഏറ്റവും നന്നായിട്ട് വിശദീകരിക്കുന്നയാൾ അമിത്ഷായാണ്. അത് ഇന്നലെ വന്ന പ്രസിഡന്റ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കുറിപ്പല്ല, നമ്മുടെ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന പണിക്കാരും മറ്റുമായ നിരീക്ഷകരല്ല കൃത്യമായിട്ട് പറയുന്നത്. അമിത്ഷാ തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾ ക്രോണോളജി സംജിയെ, ആദ്യം CAA വരും, കഴിഞ്ഞ് NRC വരും, കഴിഞ്ഞ് NPR വരും. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്? CAA നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെ ചില പ്രത്യേക മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുകയാണ്. അതിനുശേഷം എന്താണ് വരുന്നത്? NRC വരുന്നു. NRC എന്തിനാണ് ഒരു രാജ്യത്ത് NPRും NRCയും വരുന്നത്? ഒന്ന് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രിയാണ്, ഒന്ന് നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺ ആണ്. അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങളിൽ പൗരന്മാരല്ലാത്തവരും പൗരത്വമില്ലാത്തവരും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ 2 രജിസ്റ്റർ വയ്ക്കാനുള്ള കാരണം. ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും പൗരത്വം കൊടുക്കുക എന്നുള്ളതല്ല CAAയുടെയും NRCയുടെയും NPRൻ്റെയും ലക്ഷ്യം. അതായത് ഒരു രാജ്യത്ത് പൗരത്വം ഉള്ള ആളുകളുണ്ടാകും, പൗരത്വമില്ലാത്ത മൈഗ്രൻസ് ഉണ്ടാകും. നമുക്ക് ദവസാവി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റെഫ്യൂജികളില്ല, നമുക്കുള്ളത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. റെഫ്യൂജികളില്ലാതെ നമ്മൾ ആ കൺവെൻഷനിൽ ഒപ്പുവയ്ക്കാത്തതുകൊണ്ടാണ് നമുക്ക് റെഫ്യൂജികളില്ല. ഇവിടെ വരുന്നവരെല്ലാം രേഖകളില്ലാതെ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന ഫോറിനേഴ്സാണ്. അപ്പോൾ NRC വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരത്വമുള്ളവരെ രജിസ്റ്റർ ഉണ്ടാക്കുക. ആ പൗരത്വമുള്ളവർക്ക് മാത്രം വോട്ടവകാശം ഉണ്ടാവുക, പൗരത്വമുള്ളവർക്ക് മാത്രം സ്വത്ത് കൈവശം വയ്ക്കാനും സ്വത്ത് ഉണ്ടാക്കാനുമുള്ള അവകാശം ഉണ്ടാവുക. അപ്പോൾ ഈ CAAയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, CAAയിലെയും NRCയിലെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്നുള്ളത് ഞാൻ തെളിയിക്കേണ്ട ബാധ്യത എൻ്റെയാണ്. ഞാനിവിടെ ജനിച്ചു. മറ്റേ മുംബൈ എന്ന് പറയുന്നൊരു കഥയിൽ NS മാധവൻ പറയുന്നുണ്ടല്ലോ, അതായത് ഞാനിവിടെയാണ് ജനിച്ചത് എന്ന് ഞാൻ തെളിയിക്കണം. എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല,
ഞാൻ എവിടെയാണ് ജനിച്ചത് എനിക്കറിയാം, എൻ്റെ മാതാപിതാക്കൾക്കറിയാം, പക്ഷേ എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാനിവിടെ ജനിച്ചു എന്നെങ്ങനെ ഞാൻ തെളിയിക്കും? എൻ്റെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് പൗരത്വരേഖയല്ല, എൻ്റെ കയ്യിലുള്ള ആധാർ പൗരത്വരേഖയല്ല, എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റോ മറ്റേതെങ്കിലും രേഖകളോ പൗരത്വരേഖകളല്ല. പൗരത്വം ആരാണ് തീരുമാനിക്കുന്നത്? കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ എൻ്റെ പൗരത്വം ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തെളിയിക്കാൻ രേഖകളുമായി ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലണം. അങ്ങനെ എനിക്ക് പൗരത്വം അനുവദിച്ചാൽ അത് ചലഞ്ച് ചെയ്യാൻ ഇന്ത്യയിലുള്ള ഏത് മനുഷ്യനും അവകാശമുണ്ട്. ഇന്ത്യയിലുള്ള ആർക്കും പോയിട്ട് അജിംസ് എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞാൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ടതോടുകൂടി ഞാൻ എന്തായി? ഞാൻ പൗരത്വമില്ലാത്ത ആളായി മാറി. എൻ്റെ സ്വത്തുക്കൾ എന്തായി മാറി? എനിമി പ്രോപ്പർട്ടിയായി മാറുന്നു. എനിമി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫോറിൻ പ്രോപ്പർട്ടിയായി മാറുന്നു. അതെന്തുമായി മാറാം? ഞാൻ പിന്നെ എങ്ങോട്ട് പോകുമ്പോൾ അതിനുവേണ്ടി സുരേന്ദ്രൻ്റെ ഭാഷയിൽ കോൺസെൻട്രേഷൻ ജയിലുകൾ. അതൊന്നും അറിയാതെ പറയുന്നതല്ല. എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ അതിനെ ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറയുന്നതിന് പകരം കോൺസെൻട്രേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്? സുരേന്ദ്രൻ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യനല്ലോ. സുരേന്ദ്രൻ ബിരുദധാരിയായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് അതിനെ കോൺസെൻട്രേഷൻ ജയിലുകൾ എന്ന് വിളിക്കുന്നത്? അത് എന്താണ് എന്നതിനെക്കുറിച്ച് RSSനും സംഘപരിവാറിനും കൃത്യമായ അജണ്ടയുണ്ട്. അത് കേവലം ഡീപ്പോർട്ടേഷൻ സെൻറ്ററുകളോ അല്ലെങ്കിൽ ട്രാൻസിറ്റ് സെൻറ്ററുകളോ അല്ലെങ്കിൽ എന്താണ് പറയുക ഡിറ്റൻഷൻ സെൻറ്ററുകളോ അല്ല, പകരം അത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് എന്ന് അവരുടെ ശാഖകളിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. അതാണ് അറിയാതെ പറഞ്ഞു പോകുന്നത്. പിണറായി ഉണ്ടാക്കിയത് കോൺസെൻട്രേഷൻ ജയിലാണെന്ന് പറയുന്നത്. അപ്പോൾ അമിത്ഷായും സുരേന്ദ്രനും പറയുന്നതാണ് ഞാൻ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക കുറിപ്പുകളേക്കാൾ വിശ്വസിക്കുക. അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ പ്ലാനുണ്ട്. ഇനി അതല്ല എന്ന് പറയാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവർ മറുപടി നൽകേണ്ടി വരും. ഇതുവരെ 2019 മുതൽ 2024 വരെ അങ്ങനെ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. യെസ്, അപ്പോൾ അത്ര നിഷ്കളങ്കമായി സമീപിക്കേണ്ട ഒന്നല്ല CAA.